ഇംഗ്ലീഷിലെ എല്ലാ വേർബ്സിനും ing ഫോംസ് ഉണ്ട്. ആക്ച്വലി നമുക്കൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെർബ് ആണോ എന്നറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി അതിന് ing ഫോം ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. ing ഫോം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും വെർബ് ആയിരിക്കും. കാരണം എല്ലാ ഇംഗ്ലീഷ് വേർബ്സിനും ing ഫോംസ് ഉണ്ട്. ഈ എക്സാമ്പിൾസ് നോക്കൂ. റൈറ്റ്, റൈറ്റിംഗ്, സിംഗ്, സിംഗിങ്, കം, കമ്മിങ്, വെയിറ്റ്, വെയിറ്റിംഗ്, ഹാവ്, ഹാവിംഗ്, ഡു, ഡൂയിങ്, ബി, ബീയിങ്. ഏത് വെർബിനും ഉണ്ട് ഒരു ing ഫോം. ബി എന്ന് പറയുന്നത് ആക്ച്വലി 5 വേർബ്സ് വരുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയിൽ വരുന്ന 5 വേർബ്സിന്റെയും ഈസ്, ആം, ആർ, വാസ്, വർ അവർക്കും ing ഫോം ഉണ്ട്. പക്ഷെ അത് ഈസിങ്, ആറിങ് അതൊന്നുമല്ല, ബീയിങ് ആണ്. അതുകൂടി ശ്രദ്ധിക്കണം. ബീയിങ് ബിയുടെ ing ഫോം മാത്രമല്ല, ബിയുടെ ഫാമിലിയിൽ വരുന്ന ആ 5 വേർബ്സിന്റെയും ing ഫോമും കൂടിയാണ് ബി. 2 തരത്തിലുള്ള ing ഫോംസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഒന്ന് ജെറണ്ട് ആണ്, മറ്റേത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ജെറണ്ട് ആണോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ ആ ing ഫോം ഒരു സെന്റൻസിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. ing ഫോംസ് വേർബ്സ് ആയി യൂസ് ചെയ്യുമ്പോൾ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഡിഫറെന്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ing ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. ഈ എക്സാമ്പിൾ നോക്കൂ. ഷീ റൈറ്റ് സ്റ്റോറീസ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. റൈറ്റ് എന്ന വെർബിന്റെ കൂടെ ഇവിടെ നമ്മൾ ഒരു എസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം സബ്ജക്റ്റ് ഷീ ആണ്. ഇനി ഈ സെന്റൻസിനെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം എന്ന് കരുതാം. ഷീ റൈറ്റ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അവൾ കഥകൾ എഴുതാറുണ്ട്. അവൾ ഇപ്പോൾ ഒരു കഥ എഴുതുകയാണ് എന്ന് പറയണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ റൈറ്റിന്റെ ing ഫോമാണ് ഉപയോഗിക്കുക. അതിന് മുന്നിൽ നമ്മൾ ബിയുടെ ഒരു ഫോം കൂടി യൂസ് ചെയ്യും. ഷീ ഈസ് റൈറ്റിംഗ് എ സ്റ്റോറി. അവൾ ഒരു കഥ എഴുതുകയാണ്. ഇവിടെ റൈറ്റിംഗ് എന്ന ing ഫോമിന് മുന്നിൽ നമ്മൾ ഈസ് ഉപയോഗിച്ചു. അങ്ങനെയാണ് നമുക്ക് ആ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം കിട്ടുന്നത്. ഈസ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഷീ ആയത് കാരണമാണ്. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് ഉപയോഗിക്കും. പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ ആർ ഉപയോഗിക്കും. ഐയുടെ കൂടെ ആം ഉപയോഗിക്കും. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ing ഫോം വേണം. ഇങ്ങനെ ഡിഫറെന്റ് ടെൻസ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ing ഫോംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. നീ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യിക്കുകയാണ്, പാഴാക്കുകയാണ്. യു ആർ വേസ്റ്റിംഗ് മൈ ടൈം. വേസ്റ്റ് എന്ന വെർബിന്റെ ing ഫോമായ വേസ്റ്റിംഗ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദേ ആർ വെയിറ്റിംഗ് ഫോർ us. വെയിറ്റിന്റെ ing ഫോം വെയിറ്റിംഗ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അവൻ നമ്മളെ കാത്തിരിക്കുകയാണ്. ഷി വാസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. അവൾ പത്രം വായിക്കുകയായിരുന്നു. ഇവിടെ റീഡ് എന്ന വെർബിന്റെ ing ഫോമായ റീഡിങ്ങിന് മുന്നിൽ നമ്മൾ വാസ് ഉപയോഗിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 20 years. ഫോർ ഞാൻ എഴുതാൻ വിട്ടുപോയി. ഇവിടെ ഞാൻ 20 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വർക്കിംഗ് എന്ന ing ഫോം ഹാവ് ബീന് ശേഷം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമാണ് കിട്ടുന്നത്. ഇങ്ങനെ ing ഫോംസ് ഡിഫറെന്റ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർ പ്രസന്റ് പാർട്ടിസിപ്പിൾസ് ആണ്, ജെറണ്ട്സ് അല്ല. ing ഫോംസ് തന്നെ നമുക്ക് അഡ്ജക്റ്റീവ്സ് ആയും അഡ്വേർബ്സ് ആയും ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ അത് ഒന്നുകിൽ ഒരു നൗണിന് മുന്നിലായിരിക്കും, അല്ലെങ്കിൽ ബിയുടെ ഒരു ഫോമിന് ശേഷമായിരിക്കും. അതായത് ഈസ്, ആം, ആർ, വാസ്, വർ ഈ വേർബ്സിന് ഏതിനെങ്കിലും ഒന്നിന് ശേഷമായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസന്റ് കണ്ടിന്യൂസിലും നമ്മൾ ഈസ്, ആം, ആർ, വാസ്, വെറിന് ശേഷമാണ് ing ഫോം യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ ഈ വേർബ്സിന് ശേഷം ing ഫോംസ് ഉപയോഗിക്കുന്നത്, മറിച്ച് ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് നമ്മളിവിടെ ing ഫോം ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ഇത് പ്രസന്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ്. ഈ എക്സാമ്പിൾസ് നോക്കൂ. ഇറ്റ് വാസ് എ ബോറിംഗ് ഫിലിം. ഇവിടെ ബോറിംഗ് എന്ന ing ഫോം ഫിലിം എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ്. ഇതിവിടെ ടെൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് എ ബോറിംഗ് ഫിലിം എന്നതിലെ ബോറിംഗ് അഡ്ജക്റ്റീവ് ആണ്, വെർബ് അല്ല. ഇവിടെയും അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഡ്ജക്റ്റീവ്സ് ആയി നമ്മൾ ing ഫോംസ് യൂസ് ചെയ്യുമ്പോൾ ing ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ദാറ്റ് വാസ് എൻ എക്സൈറ്റിംഗ് ഓഫർ. വളരെ ആവേശം ജനിപ്പിക്കുന്ന ഒരു ഓഫർ ആയിരുന്നു അത്. ഇവിടെ എക്സൈറ്റിംഗ് എന്ന ing ഫോം ഓഫർ എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ്. ഐ ഹേർഡ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ രസകരമായ ഒരു കഥ കേട്ടു. ഇവിടെ ഇൻട്രസ്റ്റിംഗ് എന്ന ing ഫോം സ്റ്റോറി എന്ന നൗണിനെ മോഡിഫൈ ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ്. ദ ന്യൂസ് വാസ് ഷോക്കിംഗ്. ഈ സെന്റൻസ് ഏത് ടെൻസിലാ? വാസ് ഷോക്കിംഗ്. ഇത് കാണുമ്പോൾ വാസ് പ്ലസ് ing കാണുമ്പോൾ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ ഷോക്കിംഗ് എന്ന ing ഫോം വെർബ് ആയിട്ടല്ല, നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആ ന്യൂസ് എന്ന നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. എങ്ങനെയുള്ള ന്യൂസ് ആയിരുന്നു? ഷോക്കിംഗ് ആയിരുന്ന ന്യൂസ് ആയിരുന്നു. ഇവിടെ ഷോക്കിംഗ് വാസ് എന്ന വെർബിന്റെ കോംപ്ലിമെന്റ് ആയിട്ടാണ് വരുന്നത്.
പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ബിക്ക് ശേഷം വരുന്ന ING ഫോംസ് പലപ്പോഴും കോംപ്ലിമെന്റ് ആയിരിക്കും. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത്ര കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല. ഗ്രാമർ നമ്മൾ പഠിപ്പിക്കുമ്പോഴും മറ്റുമൊക്കെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാധാരണഗതിയിൽ നമുക്ക് ഇത്രയൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ദ ന്യൂസ് വാസ് ഷോക്കിംഗ്. വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇവിടുത്തെ വെർബ് വാസ് മാത്രമാണ്. ഷോക്കിംഗ് ഇവിടെ കോംപ്ലിമെന്റ് ആണ്, വെർബ് അല്ല. ING ഫോം വെർബായി ഉപയോഗിക്കുമ്പോഴും അജക്റ്റീവോ അഡ്വർബോ ആയി ഉപയോഗിക്കുമ്പോഴും അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ING ഫോംസ് നമുക്ക് നൗൺസ് ആയും യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് അതിന് ജെറണ്ട് എന്നാണ് പറയുക, അല്ലെങ്കിൽ വെർബൽ നൗൺ എന്ന് പറയും. വെർബൽ നൗൺ എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ വെർബ് പോലെ തോന്നിക്കുന്ന എന്നാൽ നൗണിന്റെ പർപ്പസ് സെർവ് ചെയ്യുന്ന വേർഡ്സ് ആണ് വെർബൽ നൗൺസ്. നൗൺസ് നമ്മൾ എങ്ങനെയാണ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാം? സബ്ജക്റ്റായി നമ്മൾ ഉപയോഗിക്കും, ഒബ്ജക്റ്റായി ഉപയോഗിക്കും, അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ആയി സബ്ജക്റ്റ് കോംപ്ലിമെന്റോ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റോ ആയി ഉപയോഗിക്കും. സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യുന്ന വേർഡ്. ഷീസ് എ ഡോക്ടർ എന്നതിലെ ഡോക്ടർ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അത് അവൾ ആരാണ് എന്നതിനെ കുറിച്ചാണ് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത്. ഷീസ് എന്ന് മാത്രം പറയുമ്പോൾ ആ സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ലല്ലോ. അപ്പോൾ ആ മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ഷീസ് എ ഡോക്ടർ എന്നോ ഷീസ് കൈൻഡ് എന്നോ ഷീസ് ബ്യൂട്ടിഫുൾ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നൗണോ ഒരു അജക്റ്റീവോ അവിടെ വരണം. ഇങ്ങനെ ഒരു സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ആക്കാനായി അതിനുശേഷം വരുന്ന നൗണും അജക്റ്റീവും അതിന്റെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിരിക്കും. ജെറണ്ട്സ് നമുക്കിങ്ങനെ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റായി ഉപയോഗിക്കാം, ഒബ്ജക്റ്റായി ഉപയോഗിക്കാം, സബ്ജക്റ്റ് കോംപ്ലിമെന്റോ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റോ ആയി ഉപയോഗിക്കാം, പ്രിപ്പോസിഷൻസിന്റെ ഒബ്ജക്റ്റായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടിന്യൂസ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ING ഫോം യൂസ് ചെയ്യുമ്പോൾ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അജക്റ്റീവ്സ് ആയി അല്ലെങ്കിൽ അഡ്വേർബ്സ് ആയി ING ഫോം യൂസ് ചെയ്യുമ്പോഴും അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. നൗൺ ഉപയോഗിക്കുന്ന പോലെ ING ഫോംസ് യൂസ് ചെയ്യുമ്പോൾ അവര് ജെറണ്ട്സ് ആണ്. അതായത് ഒരു വെർബിന്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ കോംപ്ലിമെന്റോ ഒരു പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റോ ആയി ING ഫോം വരുമ്പോൾ അത് ജെറണ്ട് ആണ്. സ്മോക്കിംഗ് ഇസ് ബാഡ് ഫോർ യു. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? എന്താണ് നിനക്ക് നന്നല്ലാത്തത്? സ്മോക്കിംഗ് ആണ് നന്നല്ലാത്തത്. പുകവലിക്കുന്നത് നിനക്ക് നല്ലതല്ല. ഇവിടുത്തെ സബ്ജക്റ്റ് സ്മോക്കിംഗ് എന്ന ING ഫോം ആണ്. ഇവിടെ ING ഫോം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നൗൺ ആയിട്ടാണ്. കാരണം നൗൺസിനെ സബ്ജക്റ്റ് ആവാൻ സാധിക്കൂ. നൗൺസിന് അല്ലെങ്കിൽ പ്രൊനൗൺസിനാണ് സബ്ജക്റ്റ് ആവാൻ സാധിക്കുക. അപ്പോൾ ഒരു ING ഫോം സബ്ജക്റ്റായി വരുന്ന സമയത്ത് അതൊരു നൗണിന്റെ പർപ്പസ് ആണ് ആ സെന്റൻസിൽ സെർവ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ING ഫോംസിനെ ജെറണ്ട്സ് എന്ന് പറയുന്നത്. സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ യു. സ്മോക്കിംഗ് നിനക്ക് നല്ലതല്ല. ഐ എൻജോയ് ട്രാവലിംഗ്. ഇവിടെ ട്രാവലിംഗ് എന്ന ING ഫോം എൻജോയ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ ING ഫോംസ് ഒബ്ജക്റ്റായി വരുമ്പോഴും അവർ ജെറണ്ട്സ് ആയിരിക്കും. മൈ ഫേവറേറ്റ് ആക്ടിവിറ്റി ഈസ് റീഡിംഗ്. ഇവിടെയോ ഈ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലല്ല. ഈസ് റീഡിംഗ്, ഈസ് പ്ലസ് ING ഫോം കാണുമ്പോൾ ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് തോന്നും. പക്ഷെ ഐ ആം റീഡിംഗ് അല്ലെങ്കിൽ ഈസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതല്ലേ അതിനർത്ഥം? മൈ ഫേവറേറ്റ് ആക്ടിവിറ്റി ഈസ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റി വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണോ? അല്ല, എൻ്റെ ഫേവറേറ്റ് ആക്ടിവിറ്റി വായനയാണ് എന്നാണ് അർത്ഥം. ആ മീനിങ്ങിലുള്ള ഡിഫറൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണോ സിമ്പിൾ പ്രസന്റ് ആണോ എന്നത്. ഇവിടുത്തെ റീഡിംഗ് എന്ന ING ഫോം ആക്ച്വലി സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഹേറ്റ് വെയിറ്റിംഗ്. എനിക്ക് കാത്തു നിൽക്കുന്നത് ഇഷ്ടമല്ല. ഇവിടുത്തെ വെയിറ്റിംഗ് എന്ന ING ഫോം ഹേറ്റ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ്. ഇതിവിടെ ജെറണ്ട് ആയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഹിസ് സ്മോക്കിംഗ് അനോയ്ഡ് മീ. ING ഫോംസിന് മുന്നിൽ നമുക്ക് പൊസസീവ് വേർഡ്സ് ഹിസ്, മൈ, യുവർ അതെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ഹിസ് സ്മോക്കിംഗ് അനോയ്ഡ് മീ. അവന്റെ പുകവലി എന്നിൽ നീരസം ഉണ്ടാക്കി, അപ്രിയം ഉണ്ടാക്കി. ഹിസ് സ്മോക്കിംഗ് അനോയ്ഡ് മീ. ഐ ഡോണ്ട് മൈൻഡ് യുവർ ഗോയിങ് വിത്തൗട്ട് മീ. ഇങ്ങനെ ING ഫോമിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് പൊതുവെ അതിന്റെ പൊസസീവ് ഫോമിലായിരിക്കും. ഐ ഡോണ്ട് മൈൻഡ് യുവർ ഗോയിങ് വിത്തൗട്ട് മീ. യുവർ ഗോയിങ് നോർമലി ഉപയോഗിക്കുന്ന ഇതുപോലത്തെ യുവർ, ഹിസ്, ഹെർ അതുപോലത്തെ പൊസസീവ് വേർഡ്സ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ഇവിടെ യൂസ് ചെയ്യാം. അത് ഇൻഫോർമൽ സ്റ്റൈലാണ്. ഐ ഡോണ്ട് മൈൻഡ് യു ഗോയിങ് വിത്തൗട്ട് മീ എന്നും പറയാം. പക്ഷെ ഗ്രാമർ അനുസരിച്ച് ഇവിടെ യുവർ ഗോയിങ് ആണ് കൂടുതൽ കറക്റ്റ്. എൻ്റെ കൂടെ അല്ലാതെയുള്ള നിന്റെ പോവല് അതിലെനിക്ക് പ്രശ്നമില്ല. ഐ ഡോണ്ട് മൈൻഡ് യുവർ ഗോയിങ് വിത്തൗട്ട് മീ. ഡു യു മൈൻഡ് മൈ കമ്മിങ് ലേറ്റ്. എൻ്റെ വൈകിയുള്ള വരവ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ? നിനക്ക് അതിനോട് എന്തെങ്കിലും പരാതിയുണ്ടോ, എതിർപ്പുണ്ടോ? ഡു യു മൈൻഡ് മൈ കമ്മിങ് ലേറ്റ്. ഇവിടെ വേണമെങ്കിൽ മീ കമ്മിങ് ലേറ്റ് എന്ന് പറയാം. മൈ എന്ന പൊസസീവ് വേർഡ് ഇവിടെ ഉപയോഗിക്കുന്നത് തന്നെയാണ് കൂടുതൽ കറക്റ്റ്.
ഇത് തന്നെ നമുക്ക് ഈ മൈ കമ്മിങ് എന്ന ഈ ജെറണ്ട് ഫ്രേസ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്കിവിടെ ഒരു ഇഫ് ക്ലോസ് എഴുതാം. ഡു യു മൈൻഡ് ഇഫ് ഐ കം ലേറ്റ്? ഞാൻ വൈകി വരുന്നതിനോട് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ING ഫോമിന് മുന്നിൽ ഒരു പ്രൊനൗൺ വരുന്ന സമയത്ത് അത് യൂഷ്വലി അതിന്റെ പൊസസീവ് ഫോമിലായിരിക്കും. ഒബ്ജക്റ്റ് ഫോം നമുക്ക് ഇൻഫോർമൽ സ്റ്റൈലിൽ യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ കൂടുതൽ കറക്റ്റ് പൊസസീവ് ഫോം ഉപയോഗിക്കുന്നതാണ്. പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുന്ന സമയത്ത് അത് എല്ലായ്പ്പോഴും അതിന്റെ ING ഫോമിലായിരിക്കണം. പ്രിപ്പോസിഷന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രിപ്പോസിഷന് ശേഷം വരുന്ന വേർഡ് അത് ആ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. നോർമലി നമുക്ക് ഇംഗ്ലീഷിൽ നൗൺസും പ്രൊനൗൺസും ING ഫോംസും ടു ഇൻഫിനിറ്റീവ്സും ഒബ്ജക്റ്റായി ഉപയോഗിക്കാം. പക്ഷെ പ്രിപ്പോസിഷന് ശേഷം ടു ഇൻഫിനിറ്റീവ്സ് ഒബ്ജക്റ്റായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് നൗൺ ഉപയോഗിക്കാം, പ്രൊനൗൺ ഉപയോഗിക്കാം, ING ഫോം ഉപയോഗിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുന്ന സമയത്ത് ആ വെർബ് എല്ലായ്പ്പോഴും അതിന്റെ ING ഫോമിലായിരിക്കണം. ഐ എം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഐ എം തിങ്കിങ് ഓഫ് റൈറ്റ് അല്ല, ഐ എം തിങ്കിങ് ഓഫ് ടു റൈറ്റ് ടു അല്ല, ഐ എം തിങ്കിങ് ഓഫ് റൈറ്റിംഗ് എ നോവൽ. ഒരു നോവൽ എഴുതുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഐ എം തിങ്കിങ് ഓഫ് റൈറ്റിംഗ്. ഓഫ് എന്ന പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ റൈറ്റിംഗ് എന്ന ING ഫോം. ഇതിവിടെ ജെറണ്ട് ആണ്. കാരണം ഒബ്ജക്റ്റായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ജെറണ്ട്സ് മാത്രമാണ്. ഒബ്ജക്റ്റും സബ്ജക്റ്റും, ഒരു വെർബിന്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് അതെപ്പോഴും നൗൺസ് ആയിരിക്കും. നൗൺസ് ആവണമെന്നില്ല, നൗൺസിന്റെ പർപ്പസ് സെർവ് ചെയ്യുന്ന വേർഡ്സ് ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ജെറണ്ട്സിനെയാണ്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് മൈ കാർ? എന്റെ കാർ വാങ്ങിക്കുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടോ? ഇൻ എന്ന പ്രിപ്പോസിഷന് ശേഷം നമ്മൾ ബൈയിങ് എന്ന ING ഫോമാണ് ഉപയോഗിക്കുന്നത്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് മൈ കാർ? പ്രിപ്പോസിഷന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ING ഫോം ആയിരിക്കും. ഷീ ഈസ് എക്സൈറ്റഡ് അബൌട്ട് ഗോയിങ് അബ്രോഡ്. പുറത്തു പോകുന്നതിനെ കുറിച്ച് അവൾ വളരെ എക്സൈറ്റഡ് ആണ്. എബൌട്ട് എന്ന പ്രിപ്പോസിഷന് ശേഷം നമ്മളിവിടെ ഗോയിങ് എന്ന ING ഫോം ഉപയോഗിച്ചു. ഇവിടെ ടു ഗോ എന്നോ പറയാൻ നമുക്ക് സാധിക്കില്ല. പലപ്പോഴും ING ഫോംസ് ഉപയോഗിക്കുന്ന സെന്റൻസസിന്റെ സബ്ജക്റ്റായി ഇറ്റ് വരാറുണ്ട്. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് നോ യൂസ്, നോ ഗുഡ്, നോട്ട് വർത്ത് അതുപോലത്തെ എക്സ്പ്രഷൻസിന്റെ കൂടെയാണ്. ഇറ്റ് ഈസ് നോ ഗുഡ് ടോക്കിംഗ് ടു ഹിം. അവനോട് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇറ്റ് ഈസ് നോ ഗുഡ്. നോട്ട് ഗുഡ് അല്ല, നോ ഗുഡ്. ഇവിടെ നമുക്ക് ഗുഡിന് പകരം യൂസ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് നോ യൂസ് ടോക്കിംഗ് ടു ഹിം. അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഹി വോണ്ട് ലിസൺ. അവൻ ശ്രദ്ധിക്കില്ല, കേൾക്കില്ല. ഈസ് ഇറ്റ് എനി യൂസ് എക്സ്പെക്ടിങ് ദം ടു ബി ഓൺ ടൈം? അവർ സമയത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഈസ് ഇറ്റ് എനി യൂസ് എക്സ്പെക്ടിങ് ദം ടു ബി ഓൺ ടൈം? ഈസ് ഇറ്റ് എനി യൂസ് ടു എക്സ്പെക്ട് അല്ല, എക്സ്പെക്ടിങ്. ഇറ്റ് ഈസ് നോ യൂസ്, ഈസ് ഇറ്റ് എനി യൂസ് അതിനെല്ലാം ശേഷം ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഇറ്റ് ഈസ് നോട്ട് വർത്ത് കംപ്ലൈനിങ് അബൌട്ട് ദ മീൽ. ഭക്ഷണത്തിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് വർത്ത്. വർത്തിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോ അല്ല, നോട്ട് ആണ്. അതുകൂടി ശ്രദ്ധിക്കണം. യൂസിനും ഗുഡിനും മുന്നിൽ നമ്മൾ ഉപയോഗിച്ചത് നോ ആയിരുന്നു. ഇറ്റ് ഈസ് നോട്ട് വർത്ത് കംപ്ലൈനിങ് അബൌട്ട് ദ മീൽ. ഈ സ്ട്രക്ചേഴ്സിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോംസ് ആണ്. ടു ഇൻഫിനിറ്റീവ് അല്ല, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും അല്ല. ഇറ്റ് ഈസ് നോട്ട് വർത്ത് ടു കംപ്ലൈൻ അല്ല, ഇറ്റ് ഈസ് നോട്ട് വർത്ത് കംപ്ലൈനിങ് അബൌട്ട് ദ മീൽ. ഇറ്റ് ഈസ് നോ യൂസ് ഹിസ് അപ്പോളജൈസിങ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോ യൂസ് ഹിം അപ്പോളജൈസിങ്. അവൻ മാപ്പ് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ കറക്റ്റ് ഹിസ് അപ്പോളജൈസിങ് ആണ്. ഇൻഫോർമൽ സ്റ്റൈലിൽ ഹിം എന്ന ഒബ്ജക്ട് പ്രൊനൗണും ഉപയോഗിക്കാം. ഇറ്റ് ഈസ് നോ യൂസ് ഹിം അപ്പോളജൈസിങ്. അവൻ മാപ്പ് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഐ വിൽ നെവർ ഫോർഗീവ് ഹിം. ഞാൻ അവനോട് ഒരിക്കലും ക്ഷമിക്കില്ല, ഞാൻ അവന് ഒരിക്കലും ക്ഷമ നൽകില്ല. ചില വേർബ്സിന് ശേഷം നമുക്ക് ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. ചിലതിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കാം, ചിലതിന് ശേഷം നമുക്ക് ING ഫോമും ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ചിലപ്പോൾ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ മീനിങ്ങിൽ ഒരു ഡിഫറൻസും ഉണ്ടായിരിക്കില്ല. എൻജോയ് എന്ന വെർബിന് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ക്യാറ്റ്സ്. എൻ്റെ പൂച്ചകളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു, എനിക്കത് ഇഷ്ടമാണ്. ഇവിടെ എൻജോയ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് സ്പെൻഡിങ് എന്ന ING ഫോം. പിന്നെ ആ ING ഫോമിന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ടൈം. ING ഫോംസിനും ടു ഇൻഫിനിറ്റീവ്സിനും എല്ലാം അവരുടേതായ ഒബ്ജക്ട്സും ഉണ്ടാവാം. ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ക്യാറ്റ്സ്. എൻ്റെ പൂച്ചകളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഐ എൻജോയ് ടു സ്പെൻഡ് എന്ന് പറയരുത്, സ്പെൻഡിങ്. ഐ ഹാവ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. ഞാൻ ആ റിപ്പോർട്ട് എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു. ഫിനിഷ് എന്ന വെർബിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ്, ടു ഇൻഫിനിറ്റീവ് അല്ല. ഐ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ്. ഐ ഹാവ് ഫിനിഷ്ഡ് ഡൂയിങ് മൈ ഹോംവർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് പെയിന്റിംഗ് ദ വോൾസ്. ഐ ഹാവ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ്. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ. കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. സജസ്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് ING ഫോം ആണ്. നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല.
ദ ഡോക്ടർ സജസ്റ്റഡ് ടു ഡ്രിങ്ക് എന്ന് പറയരുത്, ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ. അല്ലെങ്കിൽ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാൻ സാധിക്കും. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഞാൻ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ദാറ്റ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെതായ സബ്ജക്റ്റ് എല്ലാം വേണം. ING ഫോം ഉപയോഗിക്കുമ്പോൾ പിന്നെ ആര് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ദ ഡോക്ടർ സജസ്റ്റഡ് ഡ്രിങ്കിങ് മോർ വാട്ടർ. ആര് വെള്ളം കുടിക്കണം എന്നീ സെന്റൻസ് വ്യക്തമായി പറയുന്നില്ല. കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു, അത്ര മാത്രമേ ആ സെന്റൻസ് പറയുന്നുള്ളൂ. പക്ഷെ ദാറ്റ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആരാണ് കുടിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ പറയണം. സജസ്റ്റ് എന്ന വെർബിന് ശേഷം ഒരു ദാറ്റ് ക്ലോസ് വരുമ്പോൾ പൊതുവെ നമ്മൾ അതിൽ ഷുഡ് ഉപയോഗിക്കും. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. ഞാൻ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഐ ഡിസ്ലൈക്ക് വെയിറ്റിംഗ് ഫോർ ട്രെയിൻസ്. ഡിസ്ലൈക്ക് എന്ന വെർബിന് ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ING ഫോം ആണ്. ഐ ഡിസ്ലൈക്ക് വെയിറ്റിംഗ് ഫോർ ട്രെയിൻസ്. എനിക്ക് തീവണ്ടികൾ കാത്തു നിൽക്കുന്നത് ഇഷ്ടമല്ല, ഞാനത് ഡിസ്ലൈക്ക് ചെയ്യുന്നു. ഐ ഡിസ്ലൈക്ക് പീപ്പിൾ ടെല്ലിംഗ് മീ വാട്ട് ടു ഡു. വെർബിന് ശേഷം നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉപയോഗിക്കാം, പിന്നെ അതിനുശേഷം ING ഫോം ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ വെർബ്സിന് ശേഷവും ഇങ്ങനെ സാധിക്കില്ല, പക്ഷെ ചില വെർബ്സിന് ശേഷം നമുക്ക് ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഒരു ING ഫോം ഉപയോഗിക്കാൻ സാധിക്കും. ഐ ഡിസ്ലൈക്ക് പീപ്പിൾ ടെല്ലിംഗ് മീ വാട്ട് ടു ഡു. ഇവിടെ ഞാനല്ല പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആളുകൾ എന്നോട് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഡിസ്ലൈക്ക് ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ എനിക്കിഷ്ടമല്ല എന്നാണ് അർത്ഥം. ഐ ഡിസ്ലൈക്ക് പീപ്പിൾ ടെല്ലിംഗ് മീ എന്ന് പറയുമ്പോൾ ആളുകൾ എന്നോട് പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ ഒരു ING ഫോമിന് മുന്നിൽ ഒരു നൗൺ വരുന്ന സമയത്ത് ആ നൗൺ ആണ് ING ഫോമിന്റെ സബ്ജക്റ്റ്. ആ സെന്റൻസിന്റെ സബ്ജക്റ്റുമായി പിന്നെ ING ഫോമിന് അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. ഇവിടെ ആളുകളാണ് പറയുന്നത്. പീപ്പിൾ ടെല്ലിംഗ് മീ എന്ന് പറയുമ്പോൾ ആളുകൾ എന്നോട് പറയുന്നത്, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഐ ഡിസ്ലൈക്ക് ടെല്ലിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആളുകളോട് പറയുന്നത് ഇഷ്ടമല്ല എന്ന അർത്ഥമാണ് വരുന്നത്. ഐ ഡിസ്ലൈക്ക് പീപ്പിൾ ടെല്ലിംഗ് മീ എന്ന് പറയുമ്പോൾ ആളുകൾ എന്നോട് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന അർത്ഥമാണ് വരുന്നത്. ഈ ഡിഫറൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. ഐ കാൺ ഇമാജിൻ വർക്കിംഗ് നൈറ്റ്സ്. വർക്കിംഗ് നൈറ്റ്സ് എന്ന് പറയുമ്പോൾ രാത്രി ജോലി ചെയ്യുക, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുക, അതെനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ഐ കാൺ ഇമാജിൻ, എനിക്കാണ് സങ്കല്പിക്കാനാവാത്തത് രാത്രി ജോലി ചെയ്യുന്നത്. ഐ കാൺ ഇമാജിൻ ഹെർ വർക്കിംഗ് നൈറ്റ്സ്. ഇവിടെയോ അവള് രാത്രിയിൽ ജോലി ചെയ്യുന്നതാണ് എനിക്ക് സങ്കല്പിക്കാനാവാത്തത്. ഞാൻ ചെയ്യുന്നതല്ല, അവള് ചെയ്യുന്നതാണ് സങ്കല്പിക്കാനാവാത്തത്. ഇവിടെ വർക്കിംഗ് എന്ന ING ഫോമിന് മുന്നിൽ ഹെർ എന്ന ഒരു പ്രൊനോൺ ഉപയോഗിച്ചു. ആ പ്രൊനോൺ ആണ് ഇവിടെ വർക്കിംഗ് എന്ന ജെറണ്ടിന്റെ സബ്ജക്റ്റ്. അവള് രാത്രി ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ഐ കാൺ ഇമാജിൻ വർക്കിംഗ് നൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ഐ കാൺ ഇമാജിൻ ഹെർ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അവൾ ജോലി ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ചില വെർബ്സിന് ശേഷം, പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, സീ, ഹിയർ, വാച്ച്, ഇതിനെല്ലാം ശേഷം നമുക്ക് ING ഫോംസ് ഉപയോഗിക്കാം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. മീനിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ING ഫോം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ആക്ഷൻ മുഴുവനായി കാണുകയോ കേൾക്കുകയോ നോക്കി നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിനിടയിൽ എവിടെയോ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളത് മുഴുവൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഐ സോ ഹെർ ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്ന സീ, ഹിയർ, ലിസൺ, വാച്ച് അതുപോലത്തെ വേർബ്സിന്റെ കൂടെയാണ്. ഐ സോ ഹെർ ഗെറ്റിംഗ് ഓഫ് ദ ബസ്. അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ ആക്ടിവിറ്റി മുഴുവൻ കാണുന്നില്ല. ഇവിടെ നമ്മൾ ഗെറ്റിംഗ് എന്ന ING ഫോമാണ് ഉപയോഗിച്ചത്. ഞാൻ അതിനിടയിൽ, അവൾ ഇറങ്ങുന്നതിനിടയിൽ എപ്പോഴും ഞാൻ കണ്ടു. ഐ സോ ഹെർ ഗെറ്റ് ഓഫ് ദ ബസ്. ഇതിനർത്ഥം ഞാൻ നോക്കി നിന്നു, ഞാനത് മുഴുവൻ കണ്ടു എന്നാണ്. ഐ സോ ഹെർ ഗെറ്റ് ഓഫ് ദ ബസ്. സീ, ഹിയർ അതുപോലത്തെ വേർബ്സിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമുക്ക് ഉപയോഗിക്കാവുന്നത് ING ഫോം അല്ലെങ്കിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഐ സോ ഹെർ ടു ഗെറ്റ് ഓഫ് അല്ല, ഐ സോ ഹെർ ഗെറ്റ് ഓഫ് അല്ലെങ്കിൽ ഗെറ്റിംഗ് ഓഫ്. മീനിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത്ര വലിയ കാര്യമല്ല, എന്നാലും ഡിഫറൻസ് ഉണ്ട്. ING ഫോം ഉപയോഗിക്കുമ്പോൾ നമ്മളത് മുഴുവൻ കാണുന്നോ കേൾക്കുന്നോ ഇല്ല. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ആക്ഷൻ അത് മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഐ വാച്ച്ഡ് ദ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ പാർക്ക്. കുട്ടികൾ പാർക്കിൽ കളിക്കുന്നത് ഞാൻ നോക്കി നിന്നു. ഐ വാച്ച്ഡ്. ING ഫോമാണ് ഉപയോഗിച്ചത്. ഞാനത് മുഴുവൻ കണ്ടിട്ടില്ല, ഞാൻ ആ വഴിക്ക് പോയപ്പോഴോ മറ്റോ അല്പനേരം ഞാനത് കണ്ടു. ഐ വാച്ച്ഡ് ദ ചിൽഡ്രൻ പ്ലേ ഇൻ ദ പാർക്ക്. ഇവിടെ ഞാൻ ആ ആക്ടിവിറ്റി മുഴുവൻ കാണുന്നുണ്ട്, ഞാനത് കാണാനായി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ഐ വാച്ച്ഡ് ദ ചിൽഡ്രൻ പ്ലേ ഇൻ ദ പാർക്ക്. ഇവിടെ ടു പ്ലേ എന്ന് പറയരുത്, പ്ലേ എന്ന് പറയുക, അല്ലെങ്കിൽ പ്ലേയിങ് എന്ന് പറയുക. ഐ ഹേർഡ് ദം ആർഗ്യൂയിങ് ഇൻ ദ അതർ റൂം. മറ്റേ റൂമിൽ അവർ ആർഗ്യൂ ചെയ്യുന്നത്, തർക്കിക്കുന്നത് ഞാൻ കേട്ടു.
ഫസ്റ്റ് സെന്റൻസിൽ ഞാനത് മുഴുവൻ കേൾക്കുന്നില്ല. ING ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തത്. അവർ തർക്കിക്കുന്നതിന്റെ ഏതോ ഒരു ഭാഗം ഞാൻ കേട്ടു, അത്രയേ ഉള്ളൂ. ഐ ഹേർഡ് ദം ആർഗ്യൂ ഇൻ ദ അതർ റൂം. രണ്ടാമത്തെ സെന്റൻസിൽ ഞാനത് മുഴുവൻ കേൾക്കുന്നുണ്ട്. ദേ അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. അഡ്മിറ്റ് എന്ന വെർബിന് ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുക ING ഫോം ആണ്. ദേ അഡ്മിറ്റഡ് ടു സ്റ്റീൽ അല്ല, ദേ അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. പണം എടുത്ത കാര്യം അവർ സമ്മതിച്ചു. ദേ അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. ഹി ഡിനൈഡ് ടേക്കിംഗ് ദ മണി. പണം എടുത്ത കാര്യം അവൻ നിഷേധിച്ചു. അഡ്മിറ്റ് ആയാലും കൺഫസ് ആയാലും ഡിനൈ ആയാലും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ്. ഹി ഡിനൈഡ് ടേക്കിംഗ് ദ മണി. പണം എടുത്ത കാര്യം അവൻ നിഷേധിച്ചു. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കുക്കിംഗ് ടുഡേ. എനിക്ക് ഇന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ തോന്നുന്നില്ല. ഫീൽ ലൈക്ക്, ഫാൻസി ഈ രണ്ട് വേർബ്സിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്. എനിക്ക് ഇന്ന് കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ലെറ്റ്സ് ഈറ്റ് ഔട്ട്. നമുക്ക് പുറത്തു നിന്ന് കഴിക്കാം. ഐ ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ് ദ കിച്ചൺ. കിച്ചൺ വൃത്തിയാക്കുന്നത് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഫിനിഷിന് ശേഷം ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഐ ഹാവ് ഫിനിഷ്ഡ് ക്ലീനിങ് ദ കിച്ചൺ. ഹി ഹാസ് ഗിവൺ അപ്പ് സ്മോക്കിംഗ്. ഗീവ് അപ്പ് ഉപേക്ഷിക്കുക. അതിനുശേഷം ഉപയോഗിക്കുന്നതും ING ഫോം ആണ്. ഹി ഹാസ് ഗിവൺ അപ്പ് സ്മോക്കിംഗ്. ഹി ഹാസ് ഗിവൺ അപ്പ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ അവൻ പുകവലി നിർത്തിയിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ് ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ്. കീപ്പ്, സ്റ്റോപ്പ്, പ്രിവെന്റ് ഇതിനെല്ലാം ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാം. പലപ്പോഴും ഇതിനിടയിൽ ഒരു പ്രിപ്പോസിഷൻ കൂടി വരാറുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഷീ കെപ്റ്റ് വർക്കിംഗ് എന്ന് പറയാം. പക്ഷെ പൊതുവെ നമ്മളിവിടെ ഓൺ എന്ന പ്രിപ്പോസിഷൻ കൂടി അതിനിടയിൽ ഉപയോഗിക്കും. ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ്. അവൾ ജോലി തുടർന്നു കൊണ്ടേയിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ് ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ്. ഡെസ്പൈറ്റ് ഒരു പ്രിപ്പോസിഷൻ ആണ്. അതിനുശേഷം പിന്നെ വരുന്നത് ING ഫോം ആണ്. ഡെസ്പൈറ്റ് ബി എന്ന് പറയരുത്, ഡെസ്പൈറ്റ് ബീയിങ്. ഇത് രണ്ട് സെന്റൻസ് ആയി എഴുതുമ്പോൾ നമുക്ക് കിട്ടുക ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ്, ഷീ വാസ് ടയേർഡ്. അതാണ് നമ്മുടെ രണ്ട് സെന്റൻസസ്. നമുക്ക് ING ഫോംസ് ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒന്ന് തന്നെ ആവുന്ന സാഹചര്യങ്ങളിൽ. അങ്ങനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഷി വാസ് ടയേർഡ് എന്ന സെൻറ്റൻസിൽ വാസിന് പകരം അതിൻ്റെ ING ഫോമായ ബീയിങ് ഉപയോഗിക്കുന്നത്. ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ് ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ്. ഡെസ്പൈറ്റ് എന്ന് പറയുമ്പോൾ എന്നിരുന്നാലും എന്നർത്ഥം. ഡെസ്പൈറ്റ് ആയാലും നമുക്കിവിടെ ഇൻസ്പൈറ്റ് ഓഫും ഉപയോഗിക്കാം. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഡെസ്പൈറ്റിനും ഇൻസ്പൈറ്റ് ഓഫിനും ഒരേ അർത്ഥമാണ്. രണ്ടിന് ശേഷവും നമുക്ക് വേണ്ടത് ING ഫോം ആണ്. അല്ലെങ്കിൽ നമുക്ക് നൗൺസ് ഉപയോഗിക്കാൻ സാധിക്കും. ഷീ കെപ്റ്റ് ഓൺ വർക്കിംഗ് ഡെസ്പൈറ്റ് ബീയിങ് ടയേർഡ്. ക്ഷീണിതയായിരുന്നിട്ടും അവൾ ജോലി തുടർന്നു. യു കാൻ സ്റ്റോപ്പ് മീ ഫ്രം ഗോയിങ്. സ്റ്റോപ്പ്, പ്രിവെന്റ് ഈ വേർബ്സിന് ശേഷം നമ്മൾ ING ഫോംസ് യൂസ് ചെയ്യും. അതിന് മുന്നിൽ പൊതുവെ ഫ്രം എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കാറുണ്ട്. യു കാൻ സ്റ്റോപ്പ് മീ ഫ്രം ഗോയിങ്. പോകുന്നതിൽ നിന്ന് എന്നെ തടയാൻ നിനക്കാവില്ല. സ്റ്റോപ്പ് മീ ഫ്രം ഗോയിങ്. ING ഫോംസിന് ഒരു പാസീവ് മീനിങ് ഉണ്ട്. അതായത് ഒരു കാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറയാനും നമുക്ക് ING ഫോം യൂസ് ചെയ്യാം. നീഡ് എന്ന വെർബിന് ശേഷമാണ് പൊതുവെ ING ഫോംസ് നമ്മളിങ്ങനെ പാസീവ് മീനിങ്ങിൽ ഉപയോഗിക്കാറ്. ദോസ് കർട്ടൻസ് നീഡ് വാഷിംഗ്. ആ കർട്ടനുകൾ വാഷ് ചെയ്യപ്പെടണം. ഇത് തന്നെ നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടുക ദോസ് കർട്ടൻസ് നീഡ് ടു ബി വാഷ്ഡ്. ടു ബി വാഷ്ഡ് എന്ന പാസീവ് ഇൻഫിനിറ്റീവിന് പകരമായി നമുക്ക് വാഷിംഗ് എന്ന ING ഫോം മാത്രം ഉപയോഗിക്കാം. നീഡ് എന്ന വെർബിന് ശേഷം ING ഫോം വരുമ്പോൾ പൊതുവെ അതിനൊരു പാസീവ് മീനിങ് ആണുള്ളത്. ഈ കർട്ടനുകൾ കഴുകപ്പെടേണ്ടതുണ്ട്, വൃത്തിയാക്കപ്പെടേണ്ടതുണ്ട്. ദീസ് കർട്ടൻസ് നീഡ് വാഷിംഗ് അല്ലെങ്കിൽ ദീസ് കർട്ടൻസ് നീഡ് ടു ബി വാഷ്ഡ്. ടു ബി വാഷ്ഡ് എന്ന പാസീവ് ഇൻഫിനിറ്റീവിനും വാഷിംഗ് എന്ന ING ഫോമിനും ജെറണ്ടിനും ഒരേ അർത്ഥമാണ്. ദോസ് പ്ലാന്റ്സ് നീഡ് പ്രൂണിങ്. ആ ചെടികളെ പ്രൂൺ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൊമ്പും ചില്ലയും ഒക്കെ ഒന്ന് കോതി ഒതുക്കേണ്ടിയിരിക്കുന്നു. ദോസ് പ്ലാന്റ്സ് നീഡ് ടു ബി പ്രൂൺഡ് എന്ന് നമുക്ക് പറയാം. പ്രൂണിങ് എന്ന ING ഫോമിന് പകരമാണ് നമ്മളിവിടെ ടു ബി പ്രൂൺഡ് എന്ന പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. യുവർ ഹെയർ നീഡ്സ് കട്ടിങ്. നിന്റെ മുടി മുറിക്കേണ്ടിയിരിക്കുന്നു. യുവർ ഹെയർ നീഡ്സ് ടു ബി കട്ട്. നിന്റെ മുടി കട്ട് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. യുവർ ഹെയർ നീഡ്സ് ടു ബി കട്ട്. ദാറ്റ് കാർ നീഡ്സ് സർവീസിങ്. ആ കാറിന് സർവീസിങ് ആവശ്യമുണ്ട്. ദാറ്റ് കാർ നീഡ്സ് ടു ബി സർവീസ്ഡ്. സർവീസിങ് എന്ന ING ഫോമിന് പകരം നമുക്ക് ടു ബി സർവീസ്ഡ് എന്ന പാസീവ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പൊതുവെ ഇങ്ങനെ നമ്മൾ ING ഫോം പാസീവ് മീനിങ്ങിൽ യൂസ് ചെയ്യുന്നത് നീഡ് എന്ന വെർബിന് ശേഷമാണ്. ഐ എം ടയേർഡ് ഓഫ് ലിസണിങ് ടു ദിസ്. ഞാനിത് കേട്ടുമടുത്തു. വെർബ്സിന് ശേഷം മാത്രമല്ല നമുക്ക് അജക്റ്റീവ്സിന് ശേഷവും നൗൺസിന് ശേഷവും ING ഫോംസ് ഉപയോഗിക്കാം. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ അജക്റ്റീവ് അല്ലെങ്കിൽ നൗണിനും ING ഫോമിനും ഇടയിൽ ഒരു പ്രിപ്പോസിഷൻ കൂടി ഉണ്ടാവും. ഐ ആം ടയേർഡ് ഓഫ് ലിസണിങ് ടു ദിസ്. ഞാനിത് കേട്ട് തളർന്നു, കേട്ടുമടുത്തു. ഇവിടുത്തെ ടയേർഡ് വെർബ് അല്ല, കാഴ്ചയിൽ അത് V3 ആണ്. പക്ഷെ ഇതിവിടെ അജക്റ്റീവായാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
നമ്മൾ ഈ ലെസന്റെ ആദ്യം പറഞ്ഞിരുന്നു ING ഫോംസ് നമുക്ക് അജക്റ്റീവ്സ് ആയി യൂസ് ചെയ്യാമെന്ന്. ING ഫോംസ് മാത്രമല്ല പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 അതും നമുക്ക് അജക്റ്റീവായി യൂസ് ചെയ്യാൻ സാധിക്കും. ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതനാണ്. ഇത് കേട്ടിട്ട് ക്ഷീണിതനാണ്. ഐ ആം ടയേർഡ് ഓഫ് ലിസണിങ് ടു ദിസ്. ടയേർഡ് എന്ന അജക്റ്റീവിനും ലിസണിങ് എന്ന ING ഫോമിനും ഇടയിൽ നമ്മളിവിടെ ഓഫ് എന്നൊരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവെ വേർബ്സിന് ശേഷം നമുക്ക് ING ഫോംസ് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ സാധിക്കും. അതിനിടയിൽ ഒരു പ്രിപ്പോസിഷൻ ആവശ്യമില്ല. ചില വേർബ്സിന് ശേഷം ഉപയോഗിക്കാറുണ്ട്. കീപ്പിന് ശേഷം നമ്മൾ നേരത്തെ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് പലപ്പോഴും നിർബന്ധമില്ല. ഒട്ടുമിക്ക വേർബ്സിന് ശേഷവും നമ്മൾ ING ഫോംസ് ഡയറക്റ്റ്ലിയാണ് യൂസ് ചെയ്യുക. ഒരു നൗണിന് അല്ലെങ്കിൽ ഒരു അജക്റ്റീവിന് ശേഷം ഒരു ING ഫോം വരുമ്പോൾ അതിനിടയിൽ പൊതുവെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാവാറുണ്ട്. ഐ ആം ടയേർഡ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, ഐ ആം ടയേർഡ് ഓഫ് ലിസണിംഗ് ടു ദിസ്. ഞാനിത് കേട്ട് മടുത്തിരിക്കുന്നു, തളർന്നിരിക്കുന്നു. ഷീ ഈസ് ഗുഡ് അറ്റ് സോൾവിങ് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവൾ മിടുക്കിയാണ്. ഗുഡ് അജക്റ്റീവ് ആണ്. ഷീ ഈസ് ഗുഡ് സോൾവിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, ഷീ ഈസ് ഗുഡ് അറ്റ് സോൾവിംഗ്. ഐ ആം ബാഡ് അറ്റ് ഡ്രൈവിംഗ്. ഹി ഈസ് ഹോപ്പ്ലെസ് അറ്റ് സിംഗിങ്. ഗുഡ്, ബാഡ്, ഹോപ്പ്ലെസ്, ക്ലവർ ഇതുപോലത്തെ അജക്റ്റീവ്സിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിവുണ്ട്, നല്ല സാമർഥ്യമുണ്ട്, അല്ലെങ്കിൽ അതില്ല എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ING ഫോം ഉപയോഗിക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ സ്ട്രക്ചറിൽ അറ്റ് എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഷീ ഈസ് ഗുഡ് അറ്റ് സോൾവിംഗ് പ്രോബ്ലംസ്. ഇവിടെ ഗുഡ് എന്ന അജക്റ്റീവിനും സോൾവിംഗ് എന്ന ING ഫോമിനും ഇടയിൽ അറ്റ് എന്ന പ്രിപ്പോസിഷൻ വന്നു. ദ തോട്ട് ഓഫ് ഫെയിലിംഗ് നെവർ എൻറ്റേർഡ് ഹിസ് ഹെഡ്. പരാജയപ്പെടുമെന്ന ചിന്ത അത് അവന്റെ തലയിൽ കയറിയതേയില്ല. തോട്ട് എന്ന നൗണിനും ഫെയിലിംഗ് എന്ന അജക്റ്റീവിനും ഇടയിൽ ഇവിടെ ഓഫ് എന്ന ഒരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ദ തോട്ട് ഫെയിലിംഗ് അല്ല, ദ തോട്ട് ഓഫ് ഫെയിലിംഗ്. യു ഷുഡ് ഹാവ് ലേൺഡ് യുവർ ലെസൺസ് ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് TV കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം നീ നിന്റെ പാഠങ്ങൾ പഠിക്കണമായിരുന്നു. ഇൻസ്റ്റെഡ് വാച്ചിങ് അല്ല, ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ്. ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് എന്ന് പറയുമ്പോൾ കാണുന്നതിന് പകരം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുമ്പോൾ അത് എല്ലായ്പ്പോഴും അതിന്റെ ING ഫോമിലായിരിക്കുമെന്ന്. ഇത് നോർമലി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ ടു എന്ന പ്രിപ്പോസിഷന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം ടുവിന് ഇംഗ്ലീഷിൽ രണ്ട് പർപ്പസ് ഉണ്ട്. ടു നമ്മൾ പ്രിപ്പോസിഷനായി യൂസ് ചെയ്യും, ടു നമ്മൾ ഒരു ഇൻഫിനിറ്റീവ് മാർക്കറായും യൂസ് ചെയ്യും. അതായത് ടു റൈറ്റ് എഴുതാൻ, ടു കം വരാൻ, ടു സിംഗ് പാടാൻ. ഈ എക്സ്പ്രഷൻസിലെല്ലാം ടു ഇൻഫിനിറ്റീവ് മാർക്കറാണ്, പ്രിപ്പോസിഷൻ അല്ല. ഇങ്ങനെ ഇൻഫിനിറ്റീവ് മാർക്കറായി ടു ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിനുശേഷം വരിക V1 ആണ്, ING ഫോം അല്ല. ഐ വുഡ് ലൈക്ക് ടു ഗോ, ഐ വുഡ് ലൈക്ക് ടു ഗോയിങ് അല്ല, ഐ വുഡ് ലൈക്ക് ടു ഗോ. ഷീ വുഡ് ലൈക്ക് ടു സിംഗ്, അവൾക്ക് പാടാൻ ആഗ്രഹമുണ്ട്. ഇൻഫിനിറ്റീവ് മാർക്കറായ ടുവിന് ശേഷം V1 ഉപയോഗിക്കും, അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കും. പക്ഷെ പ്രിപ്പോസിഷനായി ടു ഉപയോഗിക്കുന്ന സമയത്ത് അതിനുശേഷം വരുന്നത് ING ഫോമാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഈ കാര്യം. കാരണം ടു ഒരു സെന്റൻസിനകത്ത് കാണുമ്പോൾ അത് പ്രിപ്പോസിഷൻ ആണോ ഇൻഫിനിറ്റീവ് മാർക്കർ ആണോ എന്ന് പലർക്കും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഇൻഫിനിറ്റീവ് മാർക്കർ ആണെങ്കിൽ അതിനർത്ഥം വരാൻ, പോവാൻ, എടുക്കാൻ, നിൽക്കാൻ, കഴിക്കാൻ, കുടിക്കാൻ, ആ ഒരു മീനിങ് എല്ലാമാണ് വരാം. പ്രിപ്പോസിഷനായി ഉപയോഗിക്കുമ്പോൾ ടുവിന് അങ്ങനെ ഒരു മീനിങ് ഇല്ല. ഈ എക്സ്പ്രഷൻ നോക്കൂ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് ദം. ലുക്ക് ഫോർവേഡ് ടു എന്ന എക്സ്പ്രഷനിൽ ടു പ്രിപ്പോസിഷൻ ആണ്, പിന്നെ അതിനുശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് എന്ന് പറയരുത്, ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയർ എന്ന് പറയരുത്. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, അതാണ് അതിനർത്ഥം. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് ദം. അവരെ കാണാൻ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടുത്തെ ടു പ്രിപ്പോസിഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ING ഫോം ഉപയോഗിച്ചത്. ലുക്ക് ഫോർവേഡ് ടുയിലെ ടു പ്രിപ്പോസിഷൻ ആണ്. ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസേ ഉള്ളൂ, അത് ഓർത്തിരിക്കാം. ഷീ ഒബ്ജക്റ്റഡ് ടു മൈ സിറ്റിംഗ് നിയർ ഹെർ. അവളുടെ അടുത്ത് ഞാൻ ഇരിക്കുന്നതിനെ അവൾ എതിർത്തു. ഷീ ഒബ്ജക്റ്റഡ് ടു മൈ സിറ്റിംഗ്. ഷീ ഒബ്ജക്റ്റഡ് ടു മൈ സിറ്റ് അല്ല, ഷീ ഒബ്ജക്റ്റഡ് ടു സിറ്റു അല്ല, ഷീ ഒബ്ജക്റ്റഡ് ടു മൈ സിറ്റിംഗ്. ഷീ ഒബ്ജക്റ്റഡ് ടു വർക്കിംഗ് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ ജോലി ചെയ്യുന്നതിനെ അവൾ എതിർത്തു. ഒബ്ജക്റ്റ് ടു എന്ന എക്സ്പ്രഷനിൽ ടുവും പ്രിപ്പോസിഷൻ ആണ്, അതിനുശേഷം വരിക ING ഫോം ആണ്. ഐ എം നോട്ട് യൂസ് ടു ലിവിംഗ് ഇൻ എ ബിഗ് സിറ്റി. ബി യൂസ് ടുവിലെ ടു പ്രിപ്പോസിഷൻ ആണ്. ബി അവിടെ ഇല്ലാതെ യൂസ് ടു മാത്രമാണെങ്കിൽ അതിലെ ടു ഇൻഫിനിറ്റീവ് മാർക്കറാണ്. ഐ യൂസ്ഡ് ടു വർക്ക് ഹാർഡ്. ഞാൻ നല്ലതുപോലെ ജോലി ചെയ്തിരുന്നു. ഐ യൂസ് ടു വർക്കിംഗ് അല്ല, ഐ യൂസ് ടു വർക്ക് ഹാർഡ്. യൂസ് ടുവിലെ ടു ഇൻഫിനിറ്റീവ് മാർക്കറാണ്. പിന്നെ അതിനുശേഷം V1 വരും. പക്ഷെ ഐ ആം യൂസ് ടു വർക്കിംഗ് ഹാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലതുപോലെ ജോലി എടുത്ത ശീലമാണ്. ഐ ആം യൂസ് ടുവിലെ ടു പ്രിപ്പോസിഷൻ ആണ്. ഇത് ഓർത്തിരിക്കുക. യൂസ് ടുവിലെ ടു ഇൻഫിനിറ്റീവ് മാർക്കറാണ്, അതിനുശേഷം V1 ഉപയോഗിക്കുക.
ബി യൂസ് ടുവിലെ ടു പ്രിപ്പോസിഷൻ ആണ്, അതിനുശേഷം ING ഫോം ഉപയോഗിക്കാം. ബി യൂസ് ടുവിലെ ബി ആണ് ഈസ്, ആം, ആർ, വാസ്, വേർ. അതിലേതെങ്കിലും ഒന്നാണ് ബി യൂസ് ടുവിലെ ബി. ഐ എം നോട്ട് യൂസ് ടു ലിവിംഗ് ഇൻ എ ബിഗ് സിറ്റി. വലിയൊരു സിറ്റിയിൽ താമസിച്ച് എനിക്ക് ശീലമില്ല, അതാണ് ഇതിനർത്ഥം. ചില വേർബ്സിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, മീനിങ്ങിൽ ഡിഫറൻസ് വരില്ല. ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് അറ്റ് 20. 20ാമത്തെ വയസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ടു ടീച്ച് എന്നും പറയാം. ഇവിടെ ടീച്ചിങ് എന്ന ING ഫോമിനും ടു ടീച്ച് എന്ന ഇൻഫിനിറ്റീവിനും ഒരേ അർത്ഥമാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ബൈയിങ് മൈ ഫസ്റ്റ് കാർ. ഞാൻ എൻ്റെ ആദ്യത്തെ കാർ വാങ്ങിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. റിമെമ്പറിന് ശേഷം ING ഫോം വരുന്നത് പാസ്റ്റിനെ കുറിച്ച് പറയാനാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ബൈയിങ് മൈ ഫസ്റ്റ് കാർ. ആദ്യം വാങ്ങിച്ചത്, കാർ ആദ്യമായി വാങ്ങിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഐ റിമെമ്പർ ഗോയിങ് ദർ. അവിടെ പോയത് ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ റിമെമ്പറിന് ശേഷം ING ഫോം ഉപയോഗിക്കുന്നത്. ഐ വിൽ നെവർ ഫോർഗെറ്റ് മീറ്റിംഗ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററെ കണ്ടത് ഞാൻ ഒരിക്കലും മറക്കില്ല. റിമെമ്പറിനും ഫോർഗെറ്റിനും ശേഷം ING ഫോം ഉപയോഗിക്കുന്ന പാസ്റ്റിനെ കുറിച്ച് പറയാനാണ്. ഈ വേർബ്സിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനാണ്. യു മസ്റ്റ് റിമെമ്പർ ടു പിക്കപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരാൻ നീ ഓർമ്മിക്കണം. യു മസ്റ്റ് റിമെമ്പർ ടു പിക്കപ്പ് ദ കിഡ്സ്. റിമെമ്പറിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വരുമ്പോൾ, ടു പിക്കപ്പ് എന്ന എക്സ്പ്രഷൻ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്, കഴിഞ്ഞ കാര്യങ്ങളല്ല. ഡോണ്ട് ഫോർഗെറ്റ് ടു പേ ദ ബിൽ. ബിൽ അടയ്ക്കാൻ മറക്കരുത്. ഇവിടെ ഫോർഗെറ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വരുമ്പോഴും പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഐ റിഗ്രറ്റ് ലീവിംഗ് സ്കൂൾ അറ്റ് 14. 14 വയസ്സിൽ സ്കൂളിൽ നിന്ന് വിട്ടത്, സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തത് ഞാനിപ്പോൾ അതിൽ പശ്ചാത്തപിക്കുന്നു. ഐ റിഗ്രറ്റ്. റിഗ്രറ്റിന് ശേഷം ING ഫോം വരുന്നത് പാസ്റ്റിനെ കുറിച്ച് പറയാനാണ്. റിഗ്രറ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വരുന്നത് പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനാണ്. വി റിഗ്രറ്റ് ടു സേ ദാറ്റ് വി ആർ അൺഏബിൾ ടു ഹെൽപ്പ് യു. നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇത് പൊതുവെ അനൗൺസ്മെന്റ്സിലാണ് ഇങ്ങനെ വരിക. വി റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് യുവർ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. വി റിഗ്രറ്റ് ടു ഇൻഫോം. റിഗ്രറ്റിന് ശേഷം വരുന്ന ടു ഇൻഫിനിറ്റീവ് ഒരു ബാഡ് ന്യൂസ് നൽകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. റിഗ്രറ്റിന് ശേഷം ഉപയോഗിക്കുന്ന ING ഫോം പാസ്റ്റിൽ നടന്നുപോയൊരു കാര്യത്തിൽ നമുക്ക് ഖേദമുണ്ട് എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ഐ വുഡിൻ അഡ്വൈസ് സ്റ്റേയിങ് ഇൻ ദാറ്റ് റിസോർട്ട്. ആ റിസോർട്ടിൽ താമസിക്കാൻ ഞാൻ ആരെയും ഉപദേശിക്കില്ല. അഡ്വൈസിന് ശേഷം നമ്മൾ ING ഫോം യൂസ് ചെയ്യും. അഡ്വൈസ്, അലോ, പെർമിറ്റ്. ഈ വേർബ്സിന് ശേഷം നമുക്ക് ING ഫോം ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ആക്ച്വലി ഇവിടെ ഒബ്ജക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, അഡ്വൈസിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുന്നില്ലെങ്കിൽ ING ഫോം ആണ് യൂസ് ചെയ്യുക. അഡ്വൈസിന് ശേഷം ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ഐ വുഡിൻ അഡ്വൈസ് സ്റ്റേയിങ് ഇൻ ദാറ്റ് റിസോർട്ട്. ആ റിസോർട്ടിൽ താമസിക്കാൻ ഞാൻ ആരെയും ഉപദേശിക്കില്ല. അഡ്വൈസ്, സ്റ്റേയിങ്. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വൈസിന് ശേഷം സ്റ്റേയിങ് എന്ന ING ഫോം ആണ് ഉപയോഗിച്ചത്. ഐ വുഡിൻ അഡ്വൈസ് യു ടു സ്റ്റേ ഇൻ ദാറ്റ് റിസോർട്ട്. ആ റിസോർട്ടിൽ താമസിക്കാൻ ഞാൻ നിന്നെ ഉപദേശിക്കില്ല. ഇവിടെ അഡ്വൈസ് എന്ന വെർബിന് യു എന്നൊരു ഒബ്ജക്റ്റ് വന്നു, പിന്നെ അതിനുശേഷം വരുന്നത് ടു സ്റ്റേ എന്ന ഇൻഫിനിറ്റീവ് ആണ്. ഐ വുഡിൻ അഡ്വൈസ് യു സ്റ്റേയിങ് അല്ല, ഐ വുഡിൻ അഡ്വൈസ് യു ടു സ്റ്റേ. ദേ ഡോണ്ട് അലോ സ്മോക്കിംഗ് ഇൻ ദ ലൈബ്രറി. അവരെ ലൈബ്രറിയിൽ സ്മോക്കിംഗ് അലോ ചെയ്യുന്നില്ല. അലോ സ്മോക്കിംഗ്. അലോ എന്ന വെർബിന് ഇവിടെ ഒരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ING ഫോം ആണ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദേ ഡോണ്ട് അലോ വിസിറ്റേഴ്സ് ടു സ്മോക്ക് ഇൻ ദ ലൈബ്രറി. ഇവിടെ അലോ എന്ന വെർബിന് വിസിറ്റേഴ്സ് എന്നൊരു പേഴ്സണൽ ഒബ്ജക്റ്റ് ഉണ്ട്, പിന്നെ അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് ആണ്. ദേ ഡോണ്ട് അലോ വിസിറ്റേഴ്സ് സ്മോക്കിംഗ് ഇൻ ദ ലൈബ്രറി അല്ല, വിസിറ്റേഴ്സ് ടു സ്മോക്ക് ഇൻ ദ ലൈബ്രറി. ഇതിന്റെ തന്നെ പാസീവ് ഫോംസ് ഇങ്ങനെ വരിക. സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ ലൈബ്രറി. സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ ലൈബ്രറി. വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ടു സ്മോക്ക് ഇൻ ദ ലൈബ്രറി. ആദ്യത്തെ സെന്റൻസിൽ സ്മോക്കിംഗ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നത്. സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദ ലൈബ്രറി. വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ടു സ്മോക്ക് ഇൻ ദ ലൈബ്രറി. ദ ഹെഡ് മാസ്റ്റർ ഹാസ് ഫോർബിഡൻ സിംഗിങ് ഇൻ ദ കോറിഡോർസ്. കോറിഡോറിൽ സിംഗിങ്, പാട്ട് പാടുന്നത് ഹെഡ് മാസ്റ്റർ ഫോർബിഡ് ചെയ്തിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. ഇവിടെ ഫോർബിഡ് എന്ന വെർബിന് ശേഷം നമ്മൾ ING ഫോം ഡയറക്റ്റ്ലി യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ആരെ വിലക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണ്. ദ ഹെഡ് മാസ്റ്റർ ഹാസ് ഫോർബിഡൻ ചിൽഡ്രൻ ടു സിംഗ് ഇൻ ദ കോറിഡോർസ്. ചിൽഡ്രൻ ടു സിംഗ്, കുട്ടികളെ പാടുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. ഐ ട്രൈഡ് ടു മൂവ് ദ ടേബിൾ ബട്ട് ഇറ്റ് വാസ് ടു ഹെവി. ട്രൈക്ക് ശേഷം ഒരു ടു ഇൻഫിനിറ്റീവ് വരുന്നത് നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാനാണ്. ഐ ട്രൈഡ് ടു മൂവ് ദ ടേബിൾ. ഞാൻ ആ ടേബിൾ നീക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് സാധിച്ചില്ല, അത് ഭയങ്കര ഹെവി ആയിരുന്നു. ഐ ട്രൈഡ് ടു കോൺസെൻട്രേറ്റ്. ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു, ബട്ട് ഐ കുഡിന്റ്. പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ട്രൈ പ്ലസ് ടു ഇൻഫിനിറ്റീവ് നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്.
ട്രൈ പ്ലസ് ING ഫോം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയാനാണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തു നോക്കുകയാണ്, നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുമോ എന്ന് അറിയുന്നതിന് വേണ്ടി. ഇഫ് യു ഹാവ് എ ഹെഡ് ഏക്ക്, നിനക്കൊരു തലവേദന ഉണ്ടെങ്കിൽ ട്രൈ ടേക്കിംഗ് എൻ ആസ്പിരിൻ, ഒരു ആസ്പിരിൻ കഴിച്ചു നോക്ക്. ആസ്പിരിൻ നിനക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക എന്നല്ല ഇവിടെ പറയുന്നത്, ആസ്പിരിൻ കഴിച്ചാൽ തലവേദന മാറുന്നുണ്ടോ എന്ന് നോക്കുക എന്നാണ്. ഇഫ് യു ഹാവ് എ ഹെഡ് ഏക്ക് ട്രൈ ടേക്കിംഗ് എൻ ആസ്പിരിൻ. ട്രൈ ടു ടേക്ക് അല്ല, ട്രൈ ടു ടേക്ക് എന്ന് പറയുമ്പോൾ ഒരു ആസ്പിരിൻ നിനക്ക് കഴിക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നർത്ഥം വരും. ട്രൈ ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ആസ്പിരിൻ കഴിച്ചു നോക്കുക. എക്സ്പെരിമെന്റ് ആണ്. ട്രൈ ആസ്കിംഗ് ഹിം, അവനോട് ചോദിച്ചു നോക്ക്. ഹി മൈറ്റ് ഹെൽപ്പ്, അവനൊരു പക്ഷേ സഹായിച്ചേക്കും. ഇതും ഒരു എക്സ്പെരിമെന്റ് ആണ്. ട്രൈ ടു ആസ്ക് അല്ല, ട്രൈ ആസ്കിംഗ്. ചില വേർബ്സിന് ശേഷം ലൈക്ക്, ഹേറ്റ്, ലവ്, ഇതിനെല്ലാം ശേഷം നമുക്ക് ING ഫോമും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് ഇല്ല. ഐ ഹേറ്റ് വർക്കിംഗ് ഓൺ സൺഡേയ്സ്, എനിക്ക് ഞായറാഴ്ചകളിൽ ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഐ ഹേറ്റ് വർക്ക് എന്നും പറയാം, ഹേറ്റ് വർക്കിംഗ് എന്നും പറയാം. ഐ ലൈക്ക് ട്രാവലിംഗ്, എനിക്ക് യാത്ര ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു ട്രാവൽ എന്നും പറയാം. ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഓൺ സൺഡേയ്സ്, ഞാൻ ഞായറാഴ്ചകളിൽ പൊതുവെ നേരത്തെ എഴുന്നേൽക്കാറില്ല. ഐ പ്രിഫർ സ്റ്റേയിങ് ഇൻ ബെഡ്, അല്ലെങ്കിൽ ഐ പ്രിഫർ ടു സ്റ്റേ ഇൻ ബെഡ്. പ്രിഫറിന് ശേഷം ING ഫോമും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ വുഡ് ലൈക്ക്, വുഡ് പ്രിഫർ, വുഡ് ഹേറ്റ്, വുഡ് ലവ്, ഇതിനെല്ലാം ശേഷം നമ്മൾ പൊതുവെ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സംതിങ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. ഐ വുഡ് ലൈക്ക് ടെല്ലിംഗ് അല്ല, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ക്യാൻ ഐ ഗീവ് യു എ ലിഫ്റ്റ്, ഞാൻ നിനക്കൊരു ലിഫ്റ്റ് തരട്ടെ. നോ, ഐ വുഡ് പ്രിഫർ ടു വാക്ക്, വേണ്ട, ഞാൻ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഐ പ്രിഫർ വാക്കിംഗ് എന്ന് പറയാം, ഐ പ്രിഫർ ടു വാക്ക് എന്നും പറയാം. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് നടക്കാൻ ഇഷ്ടമാണ്. ഐ പ്രിഫർ വാക്കിംഗ് അല്ലെങ്കിൽ ഐ പ്രിഫർ ടു വാക്ക്. ഐ വുഡ് പ്രിഫർ ടു വാക്ക് എന്ന് പറയുമ്പോൾ ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഈ ഒരു ഒക്കേഷനിൽ എനിക്ക് നടക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അതാണ് അതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. വുഡ് ലൈക്ക്, വുഡ് പ്രിഫർ, വുഡ് ലവ്, ഇതിനെല്ലാം ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. സ്റ്റാർട്ട് എന്ന വെർബിന് ശേഷം നമുക്ക് ING ഫോമും ടു ഇൻഫിനിറ്റീവും ഒരേ മീനിങ്ങിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. സ്റ്റോപ്പ് എന്ന വെർബിന് ശേഷം ING ഫോം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് അല്ല ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ കിട്ടുക. ഐ സ്റ്റോപ്പ്ഡ് റണ്ണിങ്, ഞാൻ ഓടുന്നത് നിർത്തി. ഐ സ്റ്റോപ്പ്ഡ് റണ്ണിങ്. ഐ സ്റ്റോപ്പ്ഡ് ടു റെസ്റ്റ്, ഇവിടെയോ, ഇവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാനായി നിർത്തി. അതായത് ഞാൻ ഓടുകയായിരുന്നു എന്ന് കരുതുക, ആ ഓട്ടം ഞാൻ നിർത്തി റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഐ സ്റ്റോപ്പ്ഡ് റണ്ണിങ് ടു റെസ്റ്റ്, ഓടുന്നത് ഞാൻ റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിർത്തി. വി സ്റ്റോപ്പ്ഡ് ടോക്കിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് നിർത്തി. വി സ്റ്റോപ്പ്ഡ് ടു ടോക്ക് എന്ന് പറയുമ്പോഴോ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിർത്തി എന്നാണ് അർത്ഥം. ചെയ്യുന്ന ആക്ടിവിറ്റി അത് നിർത്തി സംസാരിക്കുന്നതിന് വേണ്ടി. മീനിങ്ങിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ING ഫോംസിന്റെ ഒട്ടുമിക്ക യൂസസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ING ഫോംസ് നമ്മൾ വേർബ്സ് ആയും യൂസ് ചെയ്യും, നൗൺസ് ആയും യൂസ് ചെയ്യും, അഡ്ജക്റ്റീവ്സ് ആയും യൂസ് ചെയ്യും. വേർബ്സ് ആയും അഡ്ജക്റ്റീവ്സ് ആയും യൂസ് ചെയ്യുമ്പോൾ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. നൗൺസ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുമ്പോൾ അത് ജെറൻസ് ആണ്. പല വേർബ്സിന് ശേഷവും നമുക്ക് ING ഫോംസ് ഉപയോഗിക്കാൻ സാധിക്കും, ടു ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്, ചിലപ്പോൾ മീനിങ്ങിൽ ഡിഫറൻസ് ഇല്ല. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.